പോക്സോ നിയമപ്രകാരം എത്ര ദിവസത്തിനുള്ളിലാണ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 മാസം. അപ്പോൾ 1 മാസത്തിനുള്ളിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തണം. ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, അനുച്ഛേദം 324. അപ്പോൾ ആർട്ടിക്കിൾ 324 തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നത് 1950 ജനുവരി 24 ഇലക്ഷൻ കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യതയെപ്പറ്റി ഭരണഘടനയിൽ പരാമർശിക്കുന്നു. അപ്പോൾ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണോ തെറ്റാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, 2 പ്രസ്താവനകളും തെറ്റാണ്. അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നത് 1950 ജനുവരി 25 അപ്പോൾ ജനുവരി 25 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലയിൽ വന്നത്. ഇനി കമ്മീഷനിലെ അംഗങ്ങളുടെ യോഗ്യതയെ പറ്റി ഭരണഘടനയിൽ പരാമർശിക്കുന്നുണ്ട്. ഇനി നാലാമത്തെ ചോദ്യം. മലയാള ദൃശ്യമാധ്യമത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്താ അവതാരകൻ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇവാൻ. ഇനി അഞ്ചാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ മെട്രോ ശൃംഖല. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഡൽഹി. അപ്പോൾ ഡൽഹിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ മെട്രോ ശൃംഖല. ഇനി ആറാമത്തെ ചോദ്യം. ടീസ്റ്റ നദി ഒഴുകുന്ന സ്റ്റേറ്റ്. അപ്പോൾ ടീസ്റ്റ നദി, ഇതിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആൻഡ് ബി ആണ്. അതായത് സിക്കിമിലൂടെയും പശ്ചിമ ബംഗാളിലൂടെയും ടീസ്റ്റ നദി ഒഴുകുന്നുണ്ട്. കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം. ഉത്തരം ഓപ്ഷൻ സി ആണ്, 2012. ലോക വ്യാപാര സംഘടനയുടെ ആസ്ഥാനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജനീവ. 10ാമത്തെ ചോദ്യം. സ്വയം ഓക്സീകരണ നിരോക്സീകരണ പ്രവർത്തനം വഴി വേർതിരിയുന്ന ലോഹം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കോപ്പർ. ഇനി 11ാമത്തെ ചോദ്യം. നല്ലൊരു താപചാലകവും എന്നാൽ വൈദ്യുത ചാലകവും അല്ലാത്ത വസ്തു. ഉത്തരം ഓപ്ഷൻ സി ആണ്, മൈക്ക. ഇനി 12ാമത്തെ ചോദ്യം. മഴവെള്ളത്തിൻ്റെ pH മൂല്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 7. അപ്പോൾ 7 ആണ് മഴവെള്ളത്തിൻ്റെ pH മൂല്യം. ഇനി 13ാമത്തെ ചോദ്യം. ലോക ക്ഷയരോഗ ദിനം. ഉത്തരം ഓപ്ഷൻ എ ആണ്, മാർച്ച് 24. 14ാമത്തെ ചോദ്യം. തിരുവിതാംകൂറിൽ ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, സേതുലക്ഷ്മി ബായി. 15. ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല് നിലയിൽ വന്ന ആദ്യത്തെ സംസ്ഥാനം. ഉത്തരം ഓപ്ഷൻ എ ആണ്, രാജസ്ഥാൻ. 16. സിവിൽ സർവീസുകാർക്ക് ഭരണഘടനാപരമായ സുരക്ഷ ഉറപ്പാക്കുന്ന ആർട്ടിക്കിൾ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആർട്ടിക്കിൾ 311. 17. ഉപ്പ് സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ അനുഗമിച്ചവർ. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 78. ഇനി 18. ഡി ബ്ലോക്കിലാണ് സംക്രമണ മൂലകങ്ങൾ കാണപ്പെടുന്നത്. എല്ലാ സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ്. ഇത് രണ്ടും ശരിയായ ഉത്തരങ്ങളാണ്. അപ്പോൾ ഈ 2 പ്രസ്താവനകളും ശരിയാണ്. ഡി ബ്ലോക്കിലാണ് സംക്രമണ മൂലകങ്ങൾ കാണപ്പെടുന്നത്. എല്ലാ സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ്. ഇനി 19. റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചതാര്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, വാറൻ ഹേസ്റ്റിങ്സ്. അപ്പോൾ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളാണ് വില്യം ജോൺസ് സ്ഥാപിച്ചത്. ഇതിൻ്റെ ഉത്തരം റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ ആണെങ്കിൽ അത് വാറൻ ഹേസ്റ്റിങ്സ് ആണ്. ഇനി 20ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ സ്റ്റേറ്റിൻ്റെ നിർവചനം നൽകുന്ന ആർട്ടിക്കിൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 12, 336. അപ്പോൾ ഈ 2 ആർട്ടിക്കിളും സ്റ്റേറ്റിൻ്റെ നിർവചനമാണ് നൽകുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 12 സ്റ്റേറ്റിൻ്റെ നിർവചനം നൽകുന്നു, അതുപോലെ തന്നെ ആർട്ടിക്കിൾ 36 സ്റ്റേറ്റിൻ്റെ നിർവചനമാണ് നൽകുന്നത്.